ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസ് ആണ് മധുരം വരുന്നത്. ഞാനിവിടെ ഒരു മീഡിയം ലെവലിലാണ് മധുരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്ലെയിമിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ നോർമൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റാർഡ് നന്നായിട്ട് കുറുക്കലൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നമുക്ക് ജസ്റ്റ് എന്താ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാക്കി എടുക്കണം. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് പുഡിങ്ങിനൊരു ടെക്സ്ചർ കിട്ടുക. അങ്ങനെ ഞാനിതാ നന്നായിട്ടൊന്ന് കുറുക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കസ്റ്റാർഡ് കുറുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുറുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ സ്കൂപ്പ് ചെയ്യുന്ന രീതിയിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി ഡീമോൾഡ് ചെയ്യുന്ന രീതിയിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിൽ ജസ്റ്റ് ഒന്ന് ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്ത ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ പുഡിങ് ഇതാ കുറച്ചൊന്ന് സെറ്റായപ്പോൾ തന്നെ ഞാൻ ഡെക്കറേഷനായിട്ട് കുറച്ച് ആൽമണ്ട് ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ജസ്റ്റ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യട്ടെ, അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. ഇനി ഇത് പുറത്ത് നിന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഞാൻ കുറച്ച് ചേരുവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.